അതെ 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 ഇങ്ങനെ അമ്മയും മക്കളും വഴക്കൂടല്ലേ കേട്ടോ അവിടെ കിടന്ന് വഴക്കൊന്നും കൂടിയല്ല ഞങ്ങള് പിന്നെ എന്തെടുത്താ ഇന്ന് ഞങ്ങളുടെ ബ്ലാക്ക് ബെൽറ്റ് അവാർഡിങ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവിടെ ഞങ്ങൾക്ക് സെൻസി പഠിപ്പിച്ചൊന്ന് ആ ടെക്നിക്ക് പരീക്ഷ നോക്കിയതാണ്. അപ്പൊ പ്രത്യേകം പറയണ്ട ഇന്ന് ബ്ലാക്ക് ബെൽറ്റ് നേടിയെന്ന് പറഞ്ഞല്ലോ. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ അറിഞ്ഞത് ഈ അമ്മയും മക്കളും ബ്ലാക്ക് ബെൽറ്റ് നേടിയെന്ന് പറഞ്ഞു. തീർച്ചയായും അതിനെ കുറിച്ച് പറഞ്ഞു എന്താ സംഭവം? ഞാനാണ് അമ്മ, ഇത് രണ്ടും മക്കള്. ഇതിൽ ഞാനും എന്റെ ഇളയ മകനും ബ്ലാക്ക് ബെൽറ്റ് നേടിയിരിക്കുക. ഫസ്റ്റ് ഡാൻ, മൂത്തയാള് തേർഡ് ഡാൻ ആണ്. അതായത് സെൻസി പദവിയിലൂടെ ടീച്ചിങ് അതിലോട്ട് കടന്നിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു സന്തോഷ നിമിഷത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ. അതിന് പ്രധാനമായിട്ട് പറയേണ്ടത് ഞങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഞങ്ങൾ എത്തിച്ചത് ഞങ്ങളുടെ സ്കൂളിൻ്റെ ചീഫ് ഇൻസ്ട്രക്ടറായ സെൻസി നിതീഷ് കെ സാറാണ്. സാറിൻ്റെ ഒരു തീവ്രമായ ഒരു പരിശീലനം കൊണ്ട് മാത്രമാണ് ഇന്ന് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് ഇവിടെ. അതിൻ്റെ വളരെ സന്തോഷമുണ്ടായ ഒരു നിമിഷം ഞങ്ങൾക്ക് സമ്മാനിച്ച സാറിന് നന്ദി എന്നും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനകത്ത് സാറിനെ പറ്റി നിതീഷ് സാർ പഠിപ്പിക്കുന്ന സ്ഥാപനം ഏതാണെന്ന് അറിയട്ടെ? ടീം NK ചാമ്പ്യൻസ് കരാട്ടെ അക്കാഡമി. എനിക്ക് തോന്നുന്നത് കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഏകദേശം ഒരു 10ഓളം ബ്രാഞ്ചിലായിട്ട് സാറിൻ്റെ പഠനം നടക്കുകയാണ്. അത് കരാട്ടെ മാത്രമേ ഉള്ളൂ. കരാട്ടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള കരാട്ടയും മുതിർന്നവരുൾപ്പെടെ കരാട്ടെ ക്ലാസ് പഠിക്കുന്നുണ്ട്. ഏകദേശം ഒരു 200ഓളം കുട്ടികൾ സാറിൻ്റെ ശിക്ഷണത്തിൽ കരാട്ടെ അഭ്യസിക്കുന്നു. അതിലുള്ള ഒരു അമ്മയും മക്കളും ഒക്കെയാണ് ഈ നമ്മളെ പ്രേക്ഷകരായിട്ടും ഉള്ളത്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊന്ന് പറഞ്ഞു, എങ്ങനെയൊക്കെയായിരുന്നു ഇതിലേക്കൊരു അമ്മ എങ്ങനെയാണ് കരാട്ടെ ക്ലാസ്സിലേക്ക് വന്നത്? അത് വളരെ വലിയൊരു കടമ്പയായിരുന്നു ഞാൻ ഇതിലോട്ട് എത്തിപ്പെടുക എന്നുള്ളത്. എത്തിപ്പെടുന്നതിന് മുന്നായിട്ട് നമുക്ക് കുറേ നമ്മൾ താമസിക്കുന്ന ഒരു ലൊക്കാലിറ്റി ബേസ് ചെയ്തിട്ട് കുറേ എതിർപ്പുകളും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ, സ്വാഭാവികമാണല്ലോ. ഒരു 37 വയസ്സുണ്ട് എനിക്ക്. ഒരു 37 വയസ്സുള്ളൊരു വീട്ടമ്മ, വേറെ ഒരു ജോബിൽ ഒന്നും ഇല്ലാത്തൊരു വീട്ടമ്മ, മക്കളെ നോക്കി ഭർത്താവിനെ നോക്കിയിരിക്കുന്ന ഒരു വീട്ടമ്മ ഇതിലോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും എനിക്കും ഉണ്ടായിരുന്നു. ഒരു പോസ്റ്റ് കണ്ടു കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും നല്ല രീതിയിൽ ഇപ്പോൾ സപ്പോർട്ടാണ്, നല്ല സപ്പോർട്ടാണ്, പറയാതിരിക്കാൻ പറ്റില്ല. നാട്ടുകാരുടെ സപ്പോർട്ട് നല്ല രീതിയിലുണ്ട്. അങ്ങനെയാണ് ഇപ്പം ഞാൻ 3ാമത്തെ ക്ലാസ് എടുക്കുന്നുണ്ട്. ഇന്ന് ബ്ലാക്ക് ബെൽറ്റ് നേടി, വളരെ സന്തോഷം, പറയാൻ വാക്കുകളില്ല. ഇന്ന് ബ്ലാക്ക് ബെൽറ്റ് നേടുന്ന സമയത്ത് ഇന്ന് ആ അമ്മ ഒരു വീട്ടമ്മയായിരുന്ന ഒരു ബ്ലാക്ക് ബെൽറ്റിലേക്ക് ഒരു കരാട്ടെ മാസ്റ്റർ എന്നുള്ള ലെവലിലേക്ക് വരികയും പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക എന്നുള്ള നിലയിലേക്ക് വരുമ്പോഴത്തേക്ക് കണ്ണീർ പൊഴിച്ചുകൊണ്ടാണ് അമ്മ. ശരിക്കും സന്തോഷത്തിന്റെ ഒരു നിറവിൽ തന്നെയാണ് ആ അമ്മ ഇന്ന് രേഷ്മ എന്നുള്ള പേരല്ലേ, രേഷ്മ ഇന്ന് ആ ബ്ലാക്ക് ബെൽറ്റ് അധ്യാപകരുടെ കയ്യിൽ നിന്ന് സ്വീകരണം ഏറ്റുവാങ്ങുകയും അതൊക്കെ ശരിക്കും കണ്ണീരോടെ എന്ന് പറയുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയൊടിക്കുമായിരുന്നു. കാരണം അതാണ് ഒരു സ്ത്രീക്കും ഇത് പറ്റും, ഏതൊരു സ്ത്രീക്കും പറ്റും, ആത്മസമർപ്പണം ഉണ്ടെങ്കിൽ സാധിക്കും എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് രേഷ്മയും മക്കളും. കാരണം കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ടൊക്കെ ഓട്ടോമാറ്റിക്കലി വന്നു ചേർന്നു, നാട്ടുകാരുടെ സപ്പോർട്ടുകൾ ഓട്ടോമാറ്റിക്കലി ചേർന്നു. അപ്പോൾ